ഹായ് ഗൈസ്, അപ്പോൾ നമുക്കിന്ന് വല്യമ്മേൻ്റെ സ്പെഷ്യൽ ചെറുപയർ പായസം എങ്ങനെ ഉണ്ടാക്കാന്ന്. അങ്ങനെ വല്യമ്മ ചെറുപയർ പരിപ്പ് വറക്കുമ്പോഴത്തേക്ക് വലിയച്ച് തേങ്ങയൊക്കെ ചിരവി തേങ്ങാപ്പാലിന് വേണ്ടിയുള്ളതൊക്കെ സെറ്റാക്കി വെക്കാണ്. അപ്പം അമ്മയും സോനിയും മാങ്ങയൊക്കെ ഞങ്ങൾ ഉപ്പും മുളകാക്കി അത് കഴിച്ച്. അങ്ങനെ ശർക്കര ഒക്കെ കനിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വല്യമ്മ വറുത്ത് വെച്ച ചെറുപയർ പരിപ്പ് നല്ലോണം വെള്ളത്തിലിട്ട് കഴുകി. വല്യമ്മ അതൊക്കെ കഴുകിയാക്കുമ്പോൾ വലിയച്ഛൻ തേങ്ങയൊക്കെ ചിരവി അരച്ച് തേങ്ങാപ്പാൽ, ഒന്നാം പാൽ, രണ്ടാം പാൽ അങ്ങനെയൊക്കെ എല്ലാം എടുത്ത് സെറ്റാക്കി വെക്കുകയാണ്. വല്യമ്മേനെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ചെറുപയർ പരിപ്പ് കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ച്. ഈ വിസിൽ വരുന്ന ടൈം വരെ ഞങ്ങൾ പായസത്തിലേക്ക് ആവശ്യമുള്ള കൊട്ടത്തേങ്ങയൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് വിസിലൊക്കെ വന്ന് ഞങ്ങൾ ഓഫാക്കി വെച്ച് പിന്നെ തേങ്ങയൊക്കെ എടുത്ത് തേങ്ങയൊക്കെ മുറിച്ചു. അപ്പോഴാണ് ഇവരൊക്കെ ഫുഡ് കഴിക്കാനിരുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞാനും വല്യമ്മയും ചെറുപയർ പരിപ്പ് വേവിച്ചതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ഇട്ട് നല്ലോണം അത് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് കനിച്ച് വെച്ച ശർക്കരയൊക്കെ ഒഴിച്ച് പായസമൊക്കെ സെറ്റാക്കുന്ന പരിപാടിയിലേനി. അങ്ങനെ വല്യമ്മ പായസം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്യാനൊക്കെ പോയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വോട്ട് ചെയ്തൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പായസമൊക്കെ ടേസ്റ്റ് ചെയ്ത് വെക്കുന്നത്. പായസം അടിപൊളി പായസമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ബൈ.